കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പുറത്ത് പോയി കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ. നല്ല പച്ചപ്പുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ ഈ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ടുള്ളത് വട്ടവടയിലുള്ള ക്യാമ്പ് നോയിൽ റിസോർട്ടിലാണ്. കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടു. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അവോക്കാഡോയുടെ മരം കാണുന്നത്. പിന്നെ അവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ സ്ട്രോബെറി. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ റിസോർട്ടാണിത്. കാരണം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ ബോറടിയൊന്നും ഉണ്ടാവും. പിന്നെ ഞങ്ങൾ വേഗം റെഡിയായി പുറത്ത് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. അപ്പതേ അച്ഛനും മോനും കുശലം പറഞ്ഞുകൊണ്ടിരിക്കണം. സൈക്കിൾ വാങ്ങണം, കാറ് വാങ്ങണം, പ്ലെയിൻ വാങ്ങണം, എന്നിട്ട് റോട്ടിൽ കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം. വെയിലൊക്കെ മാറിയപ്പോഴത്തേക്ക് നല്ല കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത്? ഉച്ചയ്ക്ക് മഴ പെയ്തതോടുകൂടി നല്ല കോട ഇറങ്ങി. അപ്പോൾ നല്ല ചൂടുള്ള കോഫി ഇട്ട് കുടിച്ചു. കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി ഞാനൊരു സാരി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി. അപ്പോഴേക്കും അവിടെ ഡിജെയും ക്യാമ്പ് ഫയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, അങ്ങ് കയറി ഡാൻസ് കളിച്ചു. ഡാൻസ് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വിട്ടു. ഡിന്നറിന്റെ കൂടെ സേമിയ പായസം ഉള്ളതുകൊണ്ട് അധികം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. ഫുഡ് അടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.